ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നസ്രത്ത് ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ലോകം മുഴുവനും അറിയപ്പെടുന്ന പ്രദേശം. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അങ്ങനെയായിരുന്നില്ല. എല്ലാവരാലും വിസ്മരിക്കപ്പെട്ട ഒരു പ്രദേശം, ഒരു കൊച്ചു ഗ്രാമം. എന്നാൽ അവിടെ ജീവിച്ചിരുന്ന ഒരു യുവതിയുടെ യെസ് എന്ന പറച്ചിലാണ് എല്ലാം കീഴ്മേൽ മറിച്ചത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ദൂതുകളോട് നാം യെസ് പറയാനായിട്ട്, അതെ എന്ന് പറയുവാനായിട്ട് ആരംഭിക്കുമ്പോൾ പല അത്ഭുതങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായി, നിരാശയിൽ ആണ്ടുപോയ കുറേ ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഒരു യെസ് അവരുടെ ജീവിതത്തിലേക്ക് വളരെയധികം പ്രത്യാശ നിറയ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും വെറുപ്പിൻ്റെ കുറേ അന്തരീക്ഷങ്ങൾ നമുക്ക് ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചേക്കും. നമ്മുടെ ഒരു യെസ് അവിടെ വെറുപ്പിന് പകരം ദൈവത്തിൻ്റെ ക്ഷമയും സ്നേഹവും നിറയുവാനായിട്ട് കാരണമായിട്ട് തീരും. അതുപോലെ തന്നെ നമ്മുടെയും പലരുടെയും ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്, ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവേശിക്കാനായിട്ടുള്ള ഒരു പാലമായിട്ട് നമ്മുടെ ഒരു യെസ് കാരണമായിട്ട് മാറും, ഒരു പാലമായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നസ്രത്ത് എവിടെയാണ്? ദൈവം ഇന്നും തൻ്റെ ദൂതിനെ അയക്കുന്നുണ്ട് നമ്മുടെ നസ്രത്തിലേക്ക്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരും കാണാത്ത സങ്കടങ്ങളുടെ കോണുകളിലേക്ക് ദൈവത്തിൻ്റെ ദൂത് കടന്നു വരുന്നുണ്ട്. നമ്മുടെ യെസ് മാത്രം മതി അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട്. ദൈവത്തിൻ്റെ ദൂത് സ്വീകരിക്കുമ്പോൾ ചില അസ്വസ്ഥതകൾ സ്വാഭാവികമാണ്. ചില ശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ചില പാപങ്ങൾ നാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പലരോടും ക്ഷമിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ദൂത് നമ്മോട് ആവശ്യപ്പെടും. അപ്പോൾ നാം നമ്മുടെ അതേ എന്ന പ്രത്യുത്തരം വലിയ അത്ഭുതത്തിന് കാരണമായിട്ട് മാറും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരലാണ് എല്ലാ അത്ഭുതങ്ങൾക്കും കാരണമായിട്ട് മാറിയത്. ഇതുപോലെ നമ്മുടെ യെസ് പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവിനും അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ടും സാധ്യമാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമുക്ക് പലതും അസാധ്യമായി തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നാം യെസ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ദൂതിനോട് സഹകരിച്ചാൽ മാത്രം മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.